നമസ്കാരം. രാഷ്ട്രീയ കേരളം ഹൃദയത്തോട് ചേർത്ത് വെച്ച ജനനായകൻ പി.ടി. തോമസ് ഓർമ്മയായിട്ട് 5 വർഷം ആകാറായി. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഇന്നും മലയാളികൾക്ക് ഒരു തീരാ നൊമ്പരമാണ്. എന്നാൽ ആ കുടുംബത്തിലേക്ക് ഇപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു പുത്തൻ അധ്യായം കുറിക്കപ്പെടുകയാണ്. ഉമാ തോമസ് എം.എൽ.എയുടെയും അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി.ടി. തോമസിൻ്റെയും ഇളയ മകൻ അഡ്വക്കേറ്റ് വിവേക് തോമസ് വിവാഹിതനാകുന്നു. അഭിഭാഷക ആഗ്ന ജോയാണ് വിവേകിൻ്റെ ജീവിത സഖിയായി എത്തുന്നത്. നാളെയാണ് വിവാഹ നിശ്ചയം. നിയമത്തിൻ്റെ വഴികളിൽ ഒരുമിച്ച് നടന്ന ഇരുവരുടെയും പ്രണയം ഇപ്പോൾ ജീവിതത്തിലേക്കും നീളുകയാണ്. തൃശ്ശൂരിലെ ലൂർദ് സെന്റിനറി ഹാളിൽ വെച്ച് നാളെയാണ് ലളിതവും മനോഹരവുമായ വിവാഹ നിശ്ചയ ചടങ്ങുകൾ. ഈ സന്തോഷ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി പങ്കുവച്ചത് വിവേകിൻ്റെ അമ്മ ഉമാ തോമസ് എം.എൽ.എ തന്നെയാണ്. വെറുതെ ഒരു വിവാഹമല്ലിത്, പിന്നെ ഒരു പ്രണയകഥയുടെ മനോഹരമായ പൂർത്തീകരണം കൂടിയാണെന്ന് വേണം പറയാൻ. ഉമാ തോമസ് എം.എൽ.എ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്. തൃശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ വിവേകിൻ്റെ 1 വർഷം ജൂനിയറാണ് ആഗ്ന. അതെ, നിയമപുസ്തകങ്ങൾക്കിടയിൽ നിയമത്തിൻ്റെ വഴികൾ തേടി നടന്നപ്പോൾ അങ്ങനെ അവർ പരസ്പരം കണ്ടുമുട്ടി, അങ്ങനെ പ്രണയത്തിലായി. അതേസമയം പഠനവും പ്രൊഫഷനും ജീവിതവും ഒരുമിച്ചാകാമെന്ന രണ്ടുപേരുടെയും ആഗ്രഹത്തോട് കുടുംബം സന്തോഷത്തോടെ ചേർന്നു നിൽക്കുകയായിരുന്നു. തൃശൂർ കണിമംഗലം അനോക്കാരൻ വീട്ടിൽ ജോയ് ജോണിൻ്റെയും സലോമിയുടെയും മകളാണ് ആഗ്ന. ലളിതമെങ്കിലും ഹൃദയസ്പർശിയായ ആ ചടങ്ങിൽ വെച്ച് ഇരുവരുടെയും മോതിരം മാറ്റം നടക്കും. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവും തൃക്കാക്കര എം.എൽ.എയും കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമായിരുന്ന പി.ടി. തോമസ് അർബുദ ചികിത്സയ്ക്കിടയിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. തോമസിന്റെയും ഉമാ തോമസിന്റെയും 2 മക്കളിൽ ഇളയവനാണ് വിവേക് തോമസ്. ഉമാ തോമസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. തൃശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ വിവേകിന്റെ 1 വർഷം ജൂനിയറായിരുന്നു ആഗ്ന. പഠനവും പ്രൊഫഷനും ജീവിതവും ഒരുമിച്ചാകാമെന്ന രണ്ടുപേരുടെയും ഇഷ്ടത്തോട് എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ ചേർന്നു നിൽക്കുകയായിരുന്നു. തൃശൂർ കണിമംഗലം അനോക്കാരൻ വീട്ടിൽ ജോയ് ജോണിൻ്റെയും സലോമയുടെയും മകളാണ് ആഗ്ന. നാളെ തൃശൂർ ലൂർദ് സെന്റിനറി ഹാളിലെ ലളിതമായ ചടങ്ങിൽ വിവാഹ നിശ്ചയം നടക്കും. എല്ലാവരുടെയും അനുഗ്രഹം വേണം പ്രിയ മക്കൾക്ക്. ഇങ്ങനെയാണ് ഉമാ തോമസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതേസമയം തൃക്കാക്കര എം.എൽ.എ പി.ടി. തോമസ് 2001 മരിച്ചത്. അർബുദ രോഗബാധയെ തുടർന്നായിരുന്നു മരണം. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 25,016 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയായിരുന്നു ഉമാ തോമസ് വിജയിച്ചത്. കേരള നിയമസഭയിൽ INC-യിൽ നിന്നുള്ള ഏക വനിതാ അംഗമാണ് ഉമാ തോമസ്.